നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുന്നുള്ളവര് അതും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് മീരയിൽ നിന്ന് ആ ഞെട്ടിക്കുന്ന രഹസ്യം ശ്രുതി അറിയുവാണ്. സത്യങ്ങളൊക്കെ അറിഞ്ഞു. അതായത് നവീനാണ് ആ ലെറ്റർ എഴുതിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി. എടി മീര, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? അതെ, ഫോണിൽ കൂടെ സച്ചി രേവതിയോട് ഞാൻ പറയുന്ന കേട്ടതാ. ലെറ്റർ എഴുതി ആരാന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന്. കുറച്ച് കഴിയുമ്പോൾ സച്ചി വീട്ടിലേക്ക് വരും. രേവതിയോട് കാര്യങ്ങളൊക്കെ പറയും. ദൈവമേ, പണിയായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ശ്രുതിക്ക് ആകെപ്പാടെ ടെൻഷൻ. അങ്ങനെ ശ്രുതി കോള് കട്ട് ചെയ്തു. പിന്നീട് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുവാണ്. ശ്രുതിയും ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ. അപ്പൊ രേവതി വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പം ചിക്കൻ കറിയാണ്. അങ്ങനെ അത് കഴിക്കണ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, കറിയൊക്കെ നല്ല ഉഗ്രൻ ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഒന്ന് പോരവേട്ടാ, കറിക്ക് ഉപ്പ് പോലും ഇല്ല, അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ചന്ദ്രമതിക്ക് പിന്നെ എല്ലാം തൊട്ടതെല്ലാം രേവതി എന്ത് ചെയ്താലും അത് കുറ്റം മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മേ, ഉപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ചിക്കൻ കറിക്കകത്ത് മുക്കി കഴിക്കുമ്പോ എന്തൊരു നല്ല രുചിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആ നോട്ടം അത് മതിയായിരുന്നു ശ്രുതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശരിയാ, അമ്മ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്നിട്ടാണ്ടാ ശ്രുതി, നീ കുറെ വാരി ഇട്ടിട്ടുണ്ടല്ലോ പാത്രത്തിനകത്തേക്ക്, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ കഴിക്കണേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ ഞാൻ എന്തൊക്കെ പറയണ. ഇതേ സമയത്ത് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പം ശ്രുതി ആഹാരം ഒന്നും കഴിക്കാതിരിക്കുക. അല്ല എന്താ ശ്രുതി, നീ എന്താ ആഹാരം ഒന്നും കഴിക്കാത്തെന്ന് ചോദിച്ചു. എന്തോ എനിക്ക് വിശപ്പില്ല, നീ ഇത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക എന്ന് ചന്ദ്രമതി ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പാർലറിൽ, അപ്പൊ പെട്ടെന്ന് തന്നെ പോണം, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചാന്ന് പറഞ്ഞു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി, സാവകാശം ഇരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ ഇരിക്ക, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ രേവതി ഉണ്ടാക്കിയിരിക്കുന്നേ. അപ്പം ചിക്കൻ കറി അല്ലേന്ന് ചോദിച്ചു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതെ, എന്റെ ഭാര്യയല്ലേ ഉണ്ടാക്കുന്ന ആള്, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, അപ്പൊ എനിക്കറിയാം അച്ഛാ അവൾ എന്തൊക്കെയാ ഉണ്ടാക്കണേന്ന്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പിന്നെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ സച്ചിയേണ്ണ അറിയാവുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ സച്ചി കഴിക്കാതിരിക്കുന്ന സമയത്താണ് സച്ചി ആ കാര്യം പറയണേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എന്ന് പറഞ്ഞു. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ? ഇന്ന് ഞാനേ ക്ഷേത്രത്തിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, ആ സ്വാമിയാണല്ലോ ഞാനാണ് ഇവന് കത്തെഴുതിയെന്നുള്ള കാര്യം പറഞ്ഞേ. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അത് സത്യമായിട്ടുള്ള കാര്യ, നീ കള്ളത്തരൊന്നും പറയണ്ട. അതൊരു ആസാമിയായിരുന്നു, കള്ളസ്വാമി. അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. ശ്രുതി ഞെട്ടിയിരിക്കുവാണ്. എന്തറിഞ്ഞെന്നാടാ നീ പറയണേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അച്ഛാ, അതൊരു കള്ളസ്വാമിയാണ്, അവന് പക്കാ ഫ്രോഡാണ്. ഫ്രോഡാന്നോ? അതെ, ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് അവനെ അവിടുത്തെ ആൾക്കാർ പിടികൂടി നന്നായിട്ട് ചതച്ചു. ഒടുവിൽ അവന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോഴാണ് എനിക്ക് അവനെ ഏതാ എന്താന്നൊക്കെ മനസ്സിലാന്നേ. ആരാടാ അത്? ഈ സമയം ശ്രുതി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില. തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ അച്ഛാ, അതാരാന്ന് വെച്ചാൽ അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്താണെന്നറിയാവോ? ശ്രുതിയുടെ കല്യാണത്തിന്റെ അന്നാ. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ശ്രുതിയും കൂടെ കല്യാണം നടത്തിയല്ലോ. അന്ന് ഞാന് അവനെയും കൊണ്ട് വരുമായിരുന്നു. അപ്പൊ അവനെ കൊണ്ട് ഓരോട്ടം വരുമായിരുന്നു. ഓട്ടം വരുന്ന സമയത്ത് പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് അവൻ കാരണത്തിന് സംസാരിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവനെ ചീത്ത പറഞ്ഞ് ഇറക്കി വിടുന്ന സമയത്ത് വേറൊരു വണ്ടി വന്ന് അവനെ ഇടിച്ചു. അവൻ കോമ സ്റ്റേജിലൊക്കെ ആയിരുന്നു കുറെ കാലം. പിന്നെ ഞാൻ അവനെ കണ്ടതേയില്ല. പിന്നെ ഈ അടുത്ത കാലത്താ കാണുന്നേ. അന്ന് അവനാണ് പ്രായവാൻ ചെന്ന ഒരു അമ്മയെ തട്ടിയിട്ടിട്ട് ബൈക്കും കൊണ്ട് ഇടിച്ചിട്ടിട്ട് കടന്നു കളയാൻ ശ്രമിച്ചു. ഞാൻ അവനെ വെറുതെ വിടുവച്ചാ. അവനെ കൈയോടെ പിടികൂടി ഇടിച്ചിഞ്ച പരുവാക്കി പോലീസിൽ ഏൽപ്പിച്ചു. അത് കേട്ടപ്പോ ശ്രുതി ഞെട്ടി. അപ്പൊ ആന്റണി അല്ലേ പോലീസിൽ ഏൽപ്പിച്ചു? ഓഹോ, എന്നിട്ട് ആന്റണി തന്നോട് കള്ളത്തരം പറഞ്ഞ അവനാള് കൊള്ളാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ സച്ചിയായിരുന്നു അത് ചെയ്തത്. പിന്നീട് സച്ചി പറഞ്ഞു, അവൻ പക്ക ഫ്രോഡാച്ചാ. അന്നേ അവനെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്ന. എന്നിട്ട് അവൻ വേഷം മാറി വലിയ ആളും കളിച്ച് സ്വാമിയായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നേന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അപ്പൊ നീ പിടിച്ച് അവനെ അടിച്ചു, അപ്പൊ അതിന് പ്രതികാരം ഒന്നാണോ ആയിരിക്കും ശ്രുതിക്ക് കത്തെഴുതിയത്. ശ്രുതി പറഞ്ഞു, അത് ശരിയാ. അപ്പൊ എനിക്കറിയായിരുന്നു ഇവൻ കാരണം എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടാവുള്ളെന്ന്. അല്ലെങ്കിൽ ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നീട് സച്ചിയോട് പറഞ്ഞു, അല്ല അവനാ ലെറ്റർ എഴുതിയെന്ന് ഉറപ്പുണ്ടോ? അവന് ഒരു ദിവസം എന്റെ കൈ കിട്ടുവച്ചാ അവൻ തന്നെ ആ പരിപാടി ചെയ്തിരിക്കുന്നേ. അവൻ പക്ക ഫ്രോഡാന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, എടാ അല്ലെങ്കിൽ നീ കാരണമല്ലേ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ഇന്ന് വരെ നീ കാരണം ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ?
സച്ചി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അവനെ പിടിച്ചടിച്ചതിന്റെ പേരിലാണെങ്കിലേ അവൻ എനിക്കല്ലേ ലെറ്റർ എഴുതണ്ടേ, അതിന് ഇവനെന്തിനാ എഴുതിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഭീഷണിക്കത്ത് എഴുതേണ്ട ഇവനല്ലേ, പക്ഷെ ഇവൻ എഴുതിയേക്കുന്ന എന്തിനാ? ആ സമയം ശ്രുതി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണ. സച്ചി പറഞ്ഞു, എനിക്കറിയാം, ഒന്നെങ്കിൽ നീ എന്തേലും വേലത്തരം ഒപ്പിച്ചു കാണും, അല്ല നിന്റെ ഭാര്യ ഇതിലേതേലും ഒന്നും സംഭവിച്ചു കാണും, അല്ലാതെ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, സാരമില്ല, ഒരു ദിവസം അവനെ എൻ്റെ കൈ കിട്ടും, ഞാൻ അവനെ ശരിക്കും കൈകാര്യം ചെയ്തിട്ട് സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവന്നോളാം, എന്തിനാണ് കത്തെഴുതിയെന്നുള്ളത്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രുതി കഴിപ്പ് നിർത്തി. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ, നീ എന്താ എഴുന്നേക്കണെന്ന് ചോദിച്ചു. വേണ്ടമ്മേ, എനിക്ക് പാർലർ അത്യാവശ്യമായിട്ട് പോകണം, കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നിട്ടുണ്ടെ പ്രശ്നമാവെന്ന് മനസ്സിലായി. അങ്ങനെ ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റ് കൈ കഴുകാണ് പോയി. ആ സമയത്ത് സച്ചി പറഞ്ഞു, അവനെന്നെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് കണ്ടു കിട്ടും, ഞാൻ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും വെച്ച് കണ്ടു കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവനെ ഞാൻ പോയി കൈകാര്യം ചെയ്യും, അതിനൊരു മാറ്റവും ഇല്ല. അത് ശ്രുതി കേട്ടു. ദൈവമേ, സച്ചി അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുക. സച്ചിയുടെ കയ്യിലെങ്ങാനും നവീനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നവീനുള്ള സത്യങ്ങൾ മൊത്തം വിളിച്ചു പറയും, തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും, എന്തേലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എടാ, നീ കാരണം ഇപ്പൊ എനിക്കും പ്രശ്നമായിരിക്കുന്നേ, ഒന്ന് മിണ്ടായിരിക്കും അവിടെ, നീ കാരണം എനിക്ക് പ്രശ്നമായി പോലും, സത്യത്തില് നീ നിന്റെ ഭാര്യയും കാണും ഇപ്പൊ ഞാൻ പെട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയാണ്. സച്ചി വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നീ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. രേവതി അങ്ങനെ സച്ചിക്ക് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഇതേ രേവതി, ഉച്ചയ്ക്ക് കറിയൊക്കെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം, മീൻകറി ഉണ്ടാക്കണ്ടേ, ഉപ്പും എരിവും മുളകൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നീ മര്യാദയ്ക്ക് ഇപ്പൊ തന്നിരിക്കുന്നിടത്ത് കഴിക്കാൻ നോക്ക്, അവൾക്ക് എപ്പോൾ നോക്കിയാലും ഒരു കുറ്റം പറിച്ചിന് മാത്രമേ ഉള്ളൂ, വെച്ചുണ്ടാക്കാനിട്ടൊന്നും അറിയത്തുമില്ല, വല്ലവരും വെച്ചുണ്ടാക്കിയാലും കുറ്റമുള്ളതാനും. സച്ചി പറഞ്ഞു, അങ്ങനെ പറയാ അച്ഛാ, അത് തന്നെയാ വേണ്ടേന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ചന്ദ്രമതിയെ കളിയാക്കുവാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ശ്രുതി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാ. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. അതേ സമയത്ത് വർഷയെ ശ്രീകാന്തും ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ പോവാണ്. പോകുന്ന സമയത്ത് വർഷയോട് ശ്രീകാന്ത് ചോദിച്ചു, അല്ല എല്ലാ സാധനവും നീ വാങ്ങിയില്ലേ? അതെന്താ ശ്രീ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, ഇന്ന് പെട്ടെന്ന് ഷോപ്പിംഗ് തീർന്നല്ലോ, സാധാരണ 2-3 മണിക്കൂർ എടുക്കുന്ന ഇന്നൊരു അരമണിക്കൂറും കൊണ്ട് ഷോപ്പിംഗ് തീർത്തു, അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഞാൻ നേരത്തെ ഷോപ്പിംഗ് തീർത്താൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതല്ല, സാധാരണഗതിയിൽ പെണ്ണുങ്ങളൊക്കെ കടയിൽ ചെന്നിട്ട് ആദ്യം ഒരെണ്ണം എടുക്കും, പിന്നെ എടുത്തിട്ട് കഴിയുമ്പോൾ തോന്നും അത് വേണ്ടാന്ന്, അത് മാറ്റിയിട്ട് വേറെണ്ണം എടുക്കും, സമയം പോകുന്ന അറിയത്തേയില്ല. ഓ, ഞങ്ങളുടെ ആണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാവോ, ആണുങ്ങൾ എവിടെയെങ്കിലും മാറിയിരിക്കുള്ളൂ അവസാനം ഗതി കെട്ട് കഴിയുമ്പോൾ. ഇതുകൊണ്ടാ പെണ്ണുങ്ങളെ കൊണ്ട് ആണുങ്ങൾ കടയിൽ പോകത്തില്ലാതെ, പൈസ കൊടുത്ത് ആ ശല്യം അങ്ങോട്ട് ഒഴിവാക്കും. ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു, ഓഹോ, അപ്പം നീയും എന്നെ ഒരു ശല്യമായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്? അങ്ങനെയല്ല, പക്ഷേ ഞാൻ പൊതുവായിട്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ പൊതുവായിട്ട് പറഞ്ഞോളൂ പോലും. ഈ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് നടത്തി. അല്ല, നിനക്കിനി എന്തേലും വേറെ എന്തേലും വാങ്ങിക്കാനുണ്ടായിരുന്നോ? ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പറയും എനിക്ക് അത് വാങ്ങാൻ പറ്റിയില്ല, ഇത് വാങ്ങാൻ പറ്റിയില്ല. ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. ഓ, അപ്പൊ അതുകൊണ്ടാ പറഞ്ഞല്ലേ, കൊള്ളാലോ. പിന്നീട് വർഷം പറഞ്ഞു, ശരി, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിക്കോളാം. എനിക്ക് എന്തായാലും നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേടാ നിന്നെ ഞാൻ സെലക്ട് ചെയ്തേ. കാരണം ഡ്രസ്സ് എടുക്കുന്ന പോലെയല്ല ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാ. പക്ഷെ എന്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്നെ അത്രയ്ക്കും കൂടെ സൂപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷം, ഇല്ലില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനിയിപ്പം നീയുമായിട്ട് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ലെന്ന്. ശ്രീകാന്ത് പറഞ്ഞു, എത്ര സമയത്തേക്കാന്ന് അറിയത്തില്ല. വർഷം പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും നീ പറയണ്ട, ഉറപ്പായിട്ട് നിന്നോട് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ബൈക്കിൽ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് പ്രിയ പോയ കാർ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അങ്ങനെ പ്രിയ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വഴി നിൽക്കുക. ഡ്രൈവറോട് പറഞ്ഞു, ഇതൊക്കെ നേരെ ചൊവ്വേ നോക്കിയിട്ട് വേണ്ടേ വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ മാഡം ഞാനതേ നോക്കിയില്ല എന്നൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യാം, വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ച് അത് ശരിയാക്കാം, ഞാൻ ഏതെങ്കിലും ടാക്സി വിളിച്ച് പോയിക്കൊള്ളാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്തു, പ്രിയ ഇങ്ങനെ വഴി നിൽക്കുകയാണ്, ഒരു ടാക്സി പോലും വരുന്നില്ല. ആ സമയത്താണ് വർഷ ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയ വഴി നിൽക്കുന്നുണ്ട്. ഇത് പ്രിയമാടോ ഉള്ളോ എന്ന് പറയാണ്. പ്രിയമാടോ? അതെ. ഓ, മനസ്സിലായില്ല നിനക്ക്? ഓ, ഇവളോ? നല്ല ദേഷ്യം വന്നു വർഷയ്ക്ക്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, പെട്ടെന്ന് തന്നെ പോയിക്കോ, നമുക്ക് നിർത്തണ്ടെന്ന് പറയണം. അതെങ്ങനെയാ വർഷേ പോകുന്നത് പെട്ടെന്ന്? അതെ, നിർത്തണ്ട, സ്റ്റോപ്പ് ചെയ്യണ്ട, പോകാൻ പറയണം. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ കൈ കാണിച്ചു. നിർത്താതിരിക്കാൻ പറ്റില്ല ശ്രീകാന്തിന്. ശ്രീകാന്ത് ബൈക്ക് നിർത്തി. ഈ സമയത്ത് ശ്രീകാന്ത് ഇറങ്ങിടിച്ചു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറയണം. ഇനിയിപ്പം മെക്കാനിക്ക് വന്ന് അത് എടുത്തുകൊണ്ട് പോകണം, റിപ്പയർ ചെയ്യണം. പക്ഷെ ഒരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ഇതുവരെയായിട്ട് ഒരു ടാക്സി പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും വർഷ പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി, ടാക്സി കിട്ടുമെന്ന് പറയണം. അത്ര സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, കാരണം ശ്രീകാന്തിനും വല്ല ബുദ്ധിമുട്ടായിപ്പോയി. ഒന്നും അല്ലെങ്കിലും ശ്രീകാന്തിന്റെ MDയുടെ മോളല്ലേ, അങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. ആ സമയത്ത് വർഷം പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയണ. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് കയറി, പിന്നെ വർഷയും കയറി. ആ സമയത്ത് ശ്രീകാന്തിനോട് പ്രിയ പറഞ്ഞു ഒരു ഇത്തിരി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീങ്ങിയിരിക്കുമെന്ന് ചോദിച്ചു. അതെന്തിനാ? നീങ്ങിയിരിക്കാൻ പറഞ്ഞു. പിന്നീട് വർഷയോടും കൂടി ഇച്ചിരി നീങ്ങിയിരിക്കാൻ പറഞ്ഞു. വർഷയെ നീങ്ങിയിരുന്നു. പെട്ടെന്ന് പിന്നിലേക്ക് പ്രിയ ചാടിക്കയറി. ഇനി പോയിക്കൊള്ളാൻ പറയണം. അപ്പോഴേക്കും വർഷം പറഞ്ഞു ഇത് ശരിയാകത്തില്ല, പോലീസ് അങ്ങനെ പിടിച്ച പണി വാളും. 3 പേര് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു. പോലീസൊന്നും പിടിക്കാൻ പോകുന്നില്ല, തൽക്കാലത്തേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് ചെല്ലണം. അതെ, അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി, ടാക്സി കിട്ടുന്ന സ്ഥലത്ത് ഇറക്കിയാൽ മതി, ഞാനിവിടെ നിന്ന് ടാക്സി വിളിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. വർഷയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇത്തിരി ദൂരം അങ്ങോട്ട് പോയതേ ഉള്ളൂ, ആണ്ട കിടക്കണോ. ട്രാഫിക് പോലീസുകാരൻ മുന്നിൽ നിൽക്കുന്നു. പിടികൂടി കഴിഞ്ഞപ്പോഴത്തേനും പണി പാടി. പോലീസല്ലേ, നിർത്താതിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അവരെ പിടികൂടി അവിടെ നിർത്തി. 3 പേരാണോ വണ്ടിയെ പോന്നേ, അതോ ഹെൽമെറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു സാറേ അത് പിന്നെ ഞാന് എന്താടോ തനിക്കെന്താ നിയമങ്ങളൊന്നും അറിയത്തില്ലേന്ന് ചോദിച്ചു. ഇതൊക്കെ ആരാന്ന് ചോദിക്കുകയാണ്. 3 പേരെ നിർത്തിക്കൊണ്ട് പോന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഇതെന്റെ ഭാര്യ, ഇതെന്റെ മാടെന്ന് പറയണം. പക്ഷെ കാണിച്ച് തിരിഞ്ഞു പോയി. ശ്രീകാന്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വർഷയെ ചൂണ്ടിക്കാണിച്ചിട്ട് മാടമാന്ന് പറഞ്ഞു, പ്രിയനെ ചൂണ്ടിക്കാണിച്ചിട്ട് വൈഫാന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു പോയതാ. ആ സമയത്ത് വൈഫാണല്ലോ പ്രിയ. അപ്പൊ വൈഫിന്റെ അടുത്തേക്ക് നിന്നിച്ചു എന്താ മാഡം നിങ്ങൾക്ക് അറിയത്തില്ലേ, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? 3 പേര് പോയിട്ടുണ്ടെങ്കിൽ അപകടം എന്നുള്ള കാര്യം അറിയത്തില്ലേ? വഴി പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും പണി കിട്ടത്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് ഒന്ന് ഞെട്ടിപ്പോയി. ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു അയ്യോ സാർ അതെന്റെ ഭാര്യയല്ല, ഇതാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ? അയ്യോ അത് പിന്നെ പെട്ടെന്ന് ടെൻഷൻ കാരണം ആള് മാറിപ്പോയതാന്ന് പറഞ്ഞു. വർഷയ്ക്ക് അതോടെ കേട്ടിഞ്ഞപ്പോ നല്ല ദേഷ്യമായി. ആ സമയത്ത് പ്രിയ പറഞ്ഞു അയ്യോ സാർ അത് ശ്രീകാന്തിനെ കുറ്റം പറയണ്ട, എന്റെ കയ്യിലെ തെറ്റ്, എന്റെ കാറൊന്ന് വഴി ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, വേറെ നിവൃത്തിയില്ലായിരുന്നു. അടുത്ത ജംഗ്ഷൻ വരെ ഇറക്കാമെന്ന് ചോദിച്ച് ഞാനാ കയറിയത്, എന്റെ കയ്യിലെ തെറ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫൈൻ അടിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് പേഴ്സ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പേഴ്സ് കാറിനകത്താണ്. അയ്യോ എന്റെ പേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ ശ്രീകാന്ത് പേഴ്സ് തുറന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ പേഴ്സിനകത്ത് പൈസ ഇല്ല. വർഷ പിന്നീട് പേഴ്സ് എടുത്ത് പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫൈനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു അതെ ഇതത്ര നല്ല ശീലമൊന്നുമല്ല, 3 പേരെ കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ല, അറിയാലോ, നിങ്ങൾക്കും ദോഷം ചെയ്യും, പിന്നെ അതുപോലെ തന്നെ വേറെ വണ്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ശരി സാറേ എന്നൊക്കെ പറയണം. ഈ സമയത്ത് വർഷയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വീട്ടിലേക്ക് വരാൻ പറയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ വണ്ടി നിർത്തണ്ടാന്ന്. അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ആ വണ്ടിയിലേക്ക് ചാടിക്കയറി പ്രിയ പറഞ്ഞു സാറേ എന്നെ കൂടെ ആ ജംഗ്ഷൻ വരുന്ന ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അല്ല ഇനിയിപ്പോൾ ആ ബൈക്കിന് പോകാൻ പറ്റില്ലല്ലോ, 3 പേര് കൂടി പോകുന്നുണ്ടാ, ഇനി ഞങ്ങൾക്ക് ഫൈൻ അടയ്ക്കൂലേ, എന്നെ ആ ജംഗ്ഷനിൽ വരെ ഒന്ന് ഇറക്കിയാൽ മതി. ശരി ആയിക്കോ കയറിക്കോ, പക്ഷെ എൻ്റെ ഭാര്യ കാണാതിരുന്നാൽ മതി, എൻ്റെ ഭാര്യ കണ്ടാൽ എനിക്കിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ ബൈക്കിന് അങ്ങോട്ട് കയറി പോകുന്ന കണ്ടപ്പോൾ വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു ഇതെന്താടത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ, എന്താന്നും അറിയത്തില്ല, പോലീസുകാരൻ്റെ ബൈക്കിന് പിന്നാലെ കയറിപ്പോന്നു. അതെ കയറിപ്പോട്ടെ, എത്രയോ വില ആവശ്യമുണ്ടെന്ന് തോന്നേ പ്രിയയ്ക്ക്, അതുകൊണ്ടാണ് പ്രിയ പെട്ടെന്ന് തന്നെ പോയെന്ന് പറയാം. എന്നാലും ഇത് കുറച്ച് കടുപ്പം തന്നെയെന്ന് പറയണം. ഒരു പരിചയമില്ലാത്തൊന്നും അല്ല, പോലീസുകാരനല്ലേ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കയറി പോകുന്നതാന്ന് പറഞ്ഞു. നീ കയറാൻ പറയണം. വർഷ പറഞ്ഞു സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, ദൈവമേ ഇതിന്റെ കൂടെയൊക്കെയാണല്ലോ നീ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയണം. ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കണക്കാന്ന് പറയണം. എല്ലാം കണക്കാന്നോ? ആര്? അല്ല ഒന്നുമില്ലാന്ന് പറഞ്ഞു. അതെ നീ എനിക്കിട്ട് പണി തന്നാന്ന് എനിക്ക് മനസ്സിലായി, നീ മൊത്തത്തിൽ അടച്ചില്ലേ, പെണ്ണുങ്ങളെ മൊത്തത്തിൽ അടച്ചില്ലേ ആക്ഷേപിച്ചെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊക്കെ പറയുമോ, എന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു കൂടുതൽ സോപ്പിക്കൊന്നും വേണ്ട, നീ വണ്ടി എടുക്കാൻ പറയണം. അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.